എരുമേലി പേട്ടകെട്ടിനും മലയാത്രയ്ക്കും മുന്നോടിയായി പ്രസിദ്ധമായ ആലങ്ങോട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ രാവിലെ കാണിക്കിഴി സമർപ്പിച്ചു. ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത്. യോഗ പ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പ്, വെളിച്ചപ്പാട് ദേവദാസ്, പൂജാരി രമേശൻ, സന്തോഷ് നിലയിടത്ത്, ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ ആലങ്ങാട്ട് സംഘമാണ് ഉമാമഹേശ്വരന്മാർക്ക് കാണിക്കക്കിഴി സമർപ്പിക്കാൻ എത്തിയത്. ആലങ്ങാട്ട് സംഘത്തെ കാവിൻപുറം ദേവസ്വം ഭാരവാഹികളായ TN സുകുമാരൻ നായർ, ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ, സുരേഷ് ലക്ഷ്മി നിവാസ്, ത്രിവിക്രമൻ നായർ, ജയചന്ദ്രൻ വരകപ്പള്ളിൽ, CG വിജയകുമാർ, TS ശിവദാസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ആലങ്ങാട്ട് സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാനായി എത്തുന്നുണ്ട്. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് സംഘം സമർപ്പിച്ചു. ഉപദേവതകളെ വലം വെച്ച് തൊഴുതതിനു ശേഷമാണ് സോപാനത്തിലെത്തി യോഗ പ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കിഴി സമർപ്പിച്ചത്. മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട്ട് സമൂഹപ്പെരിയൻ രാജേഷ് പുറയാറ്റിക്കളരി സ്വാമികൾ പറഞ്ഞു. കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞവർ ഞങ്ങൾ മഹാദേവൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ അടുത്ത് വരുമ്പോൾ ഉമാദേവിയോടുകൂടി മഹേശ്വരൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രം വളരെയധികം ചൈതന്യവും നമ്മൾക്ക് മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിക്ക് അവരുടെ ദോഷം തീരുവാനായിട്ട് നിങ്ങൾ കണ്ട മാതിരി ഇവിടെ എള്ളുതിരി വെച്ച് നമ്മളിപ്പോൾ എള്ളുതിരിയുടെ മഹാത്മ്യം എന്ന് വെച്ചാൽ അയ്യപ്പസ്വാമിയുടെ പൂജ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എള്ളുതിരി. കാണിക്കിഴി സമർപ്പിച്ച ആലങ്ങാട് സംഘത്തിന് മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു. തുടർന്ന് സമൂഹ നീരാഞ്ജനം നടന്നു. അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചു വന്ന ഗോളകയിൽ ഭക്തർക്ക് നേരിട്ട് നീരാഞ്ജനം നടത്തുകയായിരുന്നു. കാവിൻപുറം ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്തരും അയ്യപ്പന് നേരിട്ട് നീരാഞ്ജനം ഒഴിഞ്ഞു. പറയെടുപ്പും ഉണ്ടായിരുന്നു. ആലങ്ങാട് സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല. ആലങ്ങാട് പ്രാതലിന് ശേഷം സംഘം മലയാത്ര തുടർന്നു. പയപ്പാർ, പോണാട്, നെച്ചിപ്പുഴൂർ, ചിറക്കരക്കാവ്, ലാലം മഹാദേവ ക്ഷേത്രം, മുരിക്കുംപുഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട് സംഘം ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ.